നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പഴയകാല പലഹാരമാണ്, മുത്തശ്ശി പലഹാരമാണ്. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പം അതിന് പറയുന്ന പേരാണ് അമ്മിണി കൊഴുക്കട്ട. അപ്പോൾ അമ്മിണി കൊഴുക്കട്ടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പലഹാരം. ഇതിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇനി ഇത് നമുക്കുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. പിന്നെ അതുകൂടാതെ എല്ലാവരും എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പം എന്നിട്ട് അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുകൂടാതെ ഇത് എനിക്കൊരു വലിയ പ്രോത്സാഹനമാണ്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് അറിയാവുന്ന പഴയകാല പലഹാരങ്ങളും കറികളും ഒക്കെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അമ്മിണി കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യമായി ഒരു ചെറിയ ചരുവം എടുത്ത് അതിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. അതിലാവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരല്പം നെയ്യും കൂടെ ഞാനതിലിടുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നെയ്യ് പിന്നെ ഒരു ടേസ്റ്റും കൂടാണ്. തീർച്ചയായിട്ടും നെയ്യുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണല്ലോ, നമുക്കറിയാം. പിന്നെ നെയ്യില്ലെങ്കിൽ അതിന് പകരം 1 സ്പൂൺ ഓയിൽ ഒഴിച്ചാലും മതി, ഒട്ടിപ്പിടിക്കൽ കുറയും. അപ്പോൾ ഇനി ആ വെള്ളം തിളയ്ക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ ഞാനൊരല്പം നെയ്യ് ചേർക്കുകയാണ്. ഇത്രയും മതി, കൂടുതലൊന്നും വേണ്ട. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇനി ആ വെള്ളം അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് ചേർക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങാപ്പീരയും 1 നുള്ളി ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇത് ചതച്ചുകൊണ്ട് വരാം. ഇത് ചതച്ച് കൊണ്ടുവന്ന് ഞാൻ അതും ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ആ തിളച്ച വെള്ളത്തിലേക്ക് ആ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ നൈസ് പൊടിയാണ്. ഈ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസ് പൊടി. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാക്കറ്റ് പൊടി വാങ്ങിയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കാം. നല്ലപോലെ ഇളക്കി നല്ല മയം വരണം. ഇനി ഇതല്പം തണുത്ത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കണം. തേച്ച് കുഴച്ചെടുത്തിട്ട് അത് ബോളാക്കി എടുക്കണം. ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കണം. ഇനി ഞാൻ അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്. അപ്പച്ചമ്പിൻ്റെ തട്ടിലൊരു ഇലയും വെച്ചിട്ടുണ്ട്. ഇനി ഇതേ മാവ് നല്ല ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അത് ഒരു വായ്ക്ക് കഴിക്കാൻ പറ്റുന്ന വലിപ്പം മതി. സ്പൂണ് വെച്ച് കഴിക്കാം. അപ്പം മുറിച്ച് കഴിക്കേണ്ട പരുവം ആകരുത്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ നെല്ലിക്ക വലിപ്പം, കുറച്ചുകൂടെ ചെറുതായാലും നല്ലതാണ്. ഇനി ഇത് ഈ അപ്പച്ചമ്പിൻ്റെ തട്ടിലോട്ട് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം, വേവിച്ചെടുക്കാം. അപ്പച്ചമ്പ് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെന്താൽ മതി. നല്ലോണം ആവിയൊക്കെ വന്നതാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പം അത് എടുത്തിട്ട് തണുത്തിട്ട് നമുക്കതൊന്ന് താളിച്ചെടുക്കണം. ഇത് ആ കൊഴുക്കട്ടയൊക്കെ വെന്തിട്ടുണ്ട് നല്ലോണം. ഒരുമാതിരി തണുത്തു. ഇനി നമുക്കിത് താളിക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പം ഒരു 2-3 വറ്റൽമുളക് മുറിച്ചതും ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഇനി ഒരല്പം തേങ്ങാപ്പീരയും കൂടെ ചേർക്കാം. തേങ്ങാപ്പീര എന്ന് പറയുമ്പോൾ ഒരു 1/4 കപ്പ് മതി. 1/2 കപ്പ് തേങ്ങാപ്പീര നമ്മൾ മാവിൻ്റെ കൂടെ ചേർത്തായിരുന്നു. ഇതൊരു 1/4 കപ്പ് തേങ്ങാപ്പീര. അതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൊഴുക്കട്ട ഇതിലോട്ടിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ അമ്മിണി കൊഴുക്കട്ട റെഡിയാവും. കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടെ വലിയ പാത്രമാണെങ്കിൽ ഒന്നുകൂടെ സൗകര്യമാണ് ഇളക്കാൻ. ഇത് ഞാൻ വെച്ച പാത്രം അല്പം ചെറുതായി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അമ്മിണി കൊഴുക്കട്ട റെഡിയായി. അതീവ രുചിയുള്ള അമ്മിണി കൊഴുക്കട്ട റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ ചായയോ പിന്നെ കറി വേണ്ടിയവർക്ക് കറി കൂട്ടി കഴിക്കാം. ചിക്കനോ ബീഫോ എന്ത് വേണേ ഇതിൻ്റെ കൂടെ കൂട്ടാം. ഒന്നുമില്ലെങ്കിൽ വെറുതെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി ആയാലും മതി. അല്ലാതെ മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടും കഴിക്കാം. പഞ്ചസാര ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മതി.